അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയ്ക്കൊപ്പം സിനിമാ പ്രേമികൾ പ്രശംസകൾ കൊണ്ട് മൂടുന്ന പേരാണ് സുരഭി ലക്ഷ്മിയുടേത്. ദേശീയ പുരസ്കാരം കിട്ടിയപ്പോൾ പോലും വാഴ്ത്താത്തവർ ARMലെ മാണിക്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുകയാണ്. ഇന്നത്തെ ഈ വിജയത്തിലേക്കുള്ള സുരഭി ലക്ഷ്മിയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചും ത്യജിച്ചും പൊരുതി നേടിയെടുത്തതാണ് സുരഭിയുടെ ഈ വിജയം. കലോത്സവ വേദികളിലെല്ലാം സജീവമായിരുന്ന സുരഭി ലക്ഷ്മിക്ക് ചെറുപ്പം മുതലേ തന്നെ കലയോട് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത്. സാമ്പത്തികമായി അതിന് സാധിക്കാതെ വന്നതോടെ തുടങ്ങുകയായിരുന്നു സാഹചര്യങ്ങളോടുള്ള സുരഭിയുടെ പോരാട്ടം. ശ്രീശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭരതനാട്യത്തിൽ 1ാം റാങ്കോടുകൂടിയാണ് സുരഭി ബിരുദം പൂർത്തിയാക്കിയത്. തിയേറ്റർ ആർട്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ സുരഭി പെർഫോമിംഗ് ആർട്സിൽ MPhilഉം നേടി. നാടകങ്ങളിലൂടെയാണ് സുരഭി തന്നിലെ അഭിനേത്രിയെ പരുവപ്പെടുത്തിയെടുത്തത്. എന്നാൽ അഭിനയത്തിലേക്ക് എത്തിയപ്പോൾ തുടക്കകാലത്ത് സുരഭിക്ക് ലഭിച്ചതൊക്കെയും പേരില്ലാത്ത ഡയലോഗുകളില്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു. അപ്പോഴും തോറ്റുകൊടുത്തില്ല. TV റിയാലിറ്റി ഷോയിൽ ടൈറ്റിൽ വിന്നറായ സുരഭിയെ തുടക്കത്തിൽ മലയാള സിനിമ ശ്രദ്ധിച്ചതേയില്ല എന്ന് പറയാം. സുരഭി ലക്ഷ്മി എന്ന നടിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് MIT മൂസ എന്ന പരമ്പരയാണ്. പാത്തുമ്മയായി മലയാളികൾക്ക് പ്രിയങ്കരിയായ പാത്തുവിന് പക്ഷേ ഭാഷ സിനിമയിൽ ഒരു വെല്ലുവിളിയായി. അതിന്റെ പേരിൽ മാത്രം അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് സുരഭിക്ക്. അപ്പോഴും സുരഭിയിലെ കലാകാരിയെ പിടിച്ചുകെട്ടാൻ സാധിച്ചില്ല. 39ഓളം സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തതിന് ശേഷമാണ് സുരഭി ലക്ഷ്മിക്ക് ആദ്യമായി ഒരു മെയിൻ റോൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നത്. അത് 2017 പുറത്തിറങ്ങിയ മിന്നാമിനുങ്ങ് എന്ന ചിത്രത്തിലായിരുന്നു. അനിൽ തോമസ് സംവിധാനം ചെയ്ത മിന്നാമിനുങ്ങിലൂടെ സുരഭിക്ക് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഇരുവഴി തിരയുന്നിടം, തിരക്കഥ, ഗുൽമോഹർ എന്നിവയാണ് മറ്റ് പ്രധാന ചിത്രങ്ങൾ. അതുവരെ സുരഭി ലക്ഷ്മി നേരിട്ടത് ചെറിയ പരിഹാസങ്ങളൊന്നും ആയിരുന്നില്ല. കാരവാനിൽ കയറി ഡ്രസ്സ് മാറിയതിന് ഡ്രൈവറുടെ ചീത്ത കേട്ട് കരഞ്ഞ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അഭിനയിച്ചതിന് പ്രതിഫലമൊന്നും തുടക്കത്തിൽ നൽകിയിരുന്നില്ല. ഒരിക്കൽ വണ്ടിക്കൂലി ചോദിച്ചപ്പോൾ അല്ലെങ്കിലും സീരിയൽ നടിമാരുടെ സ്വഭാവം ഇതാണെന്ന് പറഞ്ഞ് പരിഹസിച്ച് പറഞ്ഞു വിട്ടവരുണ്ട്. മിന്നാമിനുങ്ങിന് ശേഷം സുരഭിയുടെ കരിയർ ജ്വലിച്ചു നിന്നോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അപ്പോഴും അവസരങ്ങൾ ലഭിച്ചത് വളരെ കുറവായിരുന്നു. എന്നാൽ കിട്ടിയ വേഷങ്ങൾ സുരഭി ഏറ്റവും മികച്ചതാക്കി ചെയ്തിട്ടുണ്ട്. കിട്ടുന്നതെല്ലാം ബോണസ് ആണെന്ന് വിശ്വസിച്ചത് കൊണ്ട് തന്നെ സുരഭിക്ക് ഈ യാത്രയിൽ തളർച്ച തോന്നിയിട്ടില്ല. തന്റെ പാത എപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞത് തന്നെയാണെന്നും അതിലിപ്പോഴും മാറ്റമൊന്നുമില്ലെന്നും പക്ഷേ കാലുകൾക്ക് കരുത്തുകൂടി എന്നുകൂടിയാണ് സുരഭി ഇപ്പോൾ പ്രതികരിക്കുന്നത്. സുവർണ തിയേറ്റേഴ്സിന്റെ യക്ഷിക്കഥകളും നാട്ടുവർത്തമാനങ്ങളും എന്ന നാടകത്തിലെ അഭിനയത്തിന് 2010 K വിനോദ് കുമാർ വളാഞ്ചേരി സംവിധാനം ചെയ്ത ബോംബെ ടൈലേഴ്സ് എന്ന നാടകത്തിലെ അഭിനയത്തിന് 2016 സുരഭിക്ക് മികച്ച നടിക്കുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അബുദാബി തിയേറ്റർ ഫെസ്റ്റിലും മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്.